Good morning, all of you. ആൻഡ്രോയിഡ് ഡിഫൻസ് അക്കാഡമിയുടെ പുതിയ ലൈവ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ആർമി GD WMB എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ജനറൽ സയൻസിൽ നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ലൈവ് സെഷനിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും എത്തിയിട്ടുണ്ടോ ലൈവ് സെഷനിൽ? സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തരട്ടെ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. First question, okay. What is the reason that a person get injured while hitting a rock? എന്താ പറഞ്ഞേക്കുന്നത്? ഹിറ്റിംഗ് എ റോക്ക് അല്ലേ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഈ റോക്ക് എന്താണ് പൊട്ടിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് എന്ത് ചെയ്യുക, ഒരു പേഴ്സണ് ഇഞ്ചേർഡ് ആയിട്ട് മാറുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കി. ഓപ്ഷൻ എ ഇനേർഷ്യ, ഓപ്ഷൻ ബി വെലോസിറ്റി, ഓപ്ഷൻ സി റിയാക്ഷൻ ഫോഴ്സ്, ദെൻ ഓപ്ഷൻ ഡി മോഷൻ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷൻ നോക്കി എന്താണ്? ആസ് പേഴ്സൺ ഗെറ്റ് ഇൻജേർഡ് വൈൽ ഹിറ്റിംഗ് എ റോക്ക് അല്ലേ, ഒരു പ്രവൃത്തി അവിടെ ചെയ്തിട്ടുണ്ട്. ഹിറ്റിംഗ് എ റോക്ക് എന്ന് പറയുന്ന ഒരു പ്രവൃത്തി ഒരു വ്യക്തി അവിടെ ചെയ്തിട്ടുണ്ട്. ഈ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ റിയാക്ഷൻ ആണ് എന്തെന്ന് അറിയപ്പെടുന്നത്. എന്താണ്? ആ വ്യക്തിക്ക് എന്താ ഇൻജേർഡ് ആയിട്ട് മാറുന്നത് അല്ലേ, ആ വ്യക്തിക്ക് ഇൻജേർഡ് അല്ലെങ്കിൽ എന്താണ് മുറിവ് സംഭവിക്കുന്നത് ആ വ്യക്തി ചെയ്ത പ്രവൃത്തിക്ക് എന്ത് ചെയ്തു, അതിൻ്റെ പ്രതിപ്രവർത്തനമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ റിയാക്ഷനായിട്ടാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും കണക്റ്റഡ് ആയിട്ട് നമുക്ക് പറയുന്ന പോയിന്റ്, അല്ലെങ്കിൽ എന്തുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും? അത് ഓപ്ഷൻ നോക്കാം നമുക്ക്. നോക്കാം, ഇനേർഷ്യ എന്താണ്? നമ്മൾ ന്യൂട്ടൺസിൻ്റെ ലോ എടുത്തു കഴിഞ്ഞാൽ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ പറയുന്ന പേരാണ് എന്തെന്ന് അറിയപ്പെടുക? ലോ ഓഫ് ഇനേർഷ്യ എന്നറിയപ്പെടുന്നത്. എന്താണ്? ഫസ്റ്റ് ലോ അറിയപ്പെടുന്ന പേരാണ് ലോ ഓഫ് ഇനേർഷ്യ എന്നറിയപ്പെടുന്നത്. ഇനി നോക്കി, വെലോസിറ്റി. നമുക്ക് എന്താണ്, ഒരു വസ്തു മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെലോസിറ്റി ആവശ്യമാണ്. മോഷൻ എന്താണ്? ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, അപ്ലൈഡ് ഫോഴ്സ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്, മോഷനിലായിരിക്കും അല്ലേ. അപ്ലൈഡ് ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ആ ബോഡി എന്തിലായിരിക്കും, മോഷനിലായിരിക്കും. ഇനി നോക്കി, റിയാക്ഷൻ ഫോഴ്സ്. 4 ഓപ്ഷനായിട്ട് കണക്ട് ചെയ്ത് നോക്കുക. എന്താണ്? നമ്മളൊരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രവൃത്തിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രതിപ്രവർത്തനം അല്ലെങ്കിൽ നമുക്കൊരു റിയാക്ഷൻ ലഭിക്കുന്നുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും വരിക? ഓപ്ഷൻ സി റിയാക്ഷൻ ഫോഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് ലോയുമായിട്ട് കണക്റ്റഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ലോയാണ്, ഏത് ലോ ആയിട്ട് കണക്റ്റഡ് ആണെന്ന് ചോദിച്ചാൽ എന്താണ്? ന്യൂട്ടൻ്റെ തേർഡ് ലോ അല്ലേ. ന്യൂട്ടൻ്റെ എന്താണ്, തേർഡ് ലോ ആയിട്ട് കണക്റ്റഡ് ആണ് എന്തെന്ന് അറിയപ്പെടുന്നത്, ഈ റിയാക്ഷൻ ഫോഴ്സ് എന്ന് അറിയപ്പെടുന്നത്. അന്നേരം നോക്കി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. വാട്ട് ഈസ് ദ റീസൺ ഫോർ എ പേഴ്സൺ ഗെറ്റ് ഇൻജുവേർഡ് വൈൽ ഹിറ്റിംഗ് എ റോക്ക് അല്ലേ, ഒരു റോക്കിനെ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ആ പേഴ്സൺ ഇൻജുർഡ് ആയിട്ടുള്ള റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? റിയാക്ഷൻ ഫോഴ്സ് ആണ്. എന്ന് വെച്ചാൽ എന്താണ്, ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചെന്ത് ചെയ്യുന്നുണ്ട്, അതിന് പ്രതിപ്രവർത്തനം എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. ആ ഒരു റിയാക്ഷൻ അനുസരിച്ച് ന്യൂട്ടൻ്റെ തേർഡ് ലോ അനുസരിച്ചാണ് എന്ത് ചെയ്യുക, നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതാനായിട്ട് സാധിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഓൺ വാട്ട് ഡസ് ദ പിച്ച് ഓഫ് സൗണ്ട് ഡിപ്പെൻസ്. എന്താണ് പറഞ്ഞത്? സൗണ്ടിന്റെ പിച്ച് ഡിപ്പെൻഡ് ചെയ്യുന്നത് താഴെ തന്നിരിക്കുന്ന ഏത് ക്വാളിറ്റി അല്ലെങ്കിൽ ഏതിനനുസരിച്ചിട്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഫ്രീക്വൻസി, ഓപ്ഷൻ ബി ഇൻറ്റൻസിറ്റി, ഓപ്ഷൻ സി വെലോസിറ്റി, ദെൻ ഓപ്ഷൻ ഡി ആംപ്ലിറ്റ്യൂഡ്. 4 ഓപ്ഷൻ ഉണ്ട്. ഈ 4 ഓപ്ഷനകത്ത് എന്താ പറഞ്ഞേക്കുക? സൗണ്ടിൻ്റെ പിച്ച് അല്ലെ, സൗണ്ടിൻ്റെ പിച്ച് അനുസരിച്ച് പിച്ച് ഹൈ പിച്ച് ഉണ്ട്, ലോ പിച്ച് ഉണ്ട് അല്ലേ, നമുക്കിങ്ങനെ അറിയാൻ പറ്റുന്നുണ്ട്. ഈ സൗണ്ടിൻ്റെ പിച്ച് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനെ അനുസരിച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? വെലോസിറ്റി അനുസരിച്ചിട്ടല്ല, ആംപ്ലിറ്റ്യൂഡോ ഇൻറ്റൻസിറ്റിയോ ഫ്രീക്വൻസിയോ ഈ 3 എണ്ണത്തിനെ കണക്ട് ചെയ്തായിരിക്കും എന്ത് ചെയ്യുക, സൗണ്ടിൻ്റെ പിച്ചിനെ ഡിപ്പെൻഡ് ചെയ്യുക. എന്നിട്ട് നോക്കിയേ, സൗണ്ടിൻ്റെ പിച്ചിനെ ഡിപ്പെൻഡ് ചെയ്ത് എപ്പോഴും എന്തായിരിക്കും, ഫ്രീക്വൻസിയിലുള്ള വേരിയേഷൻ അനുസരിച്ചായിരിക്കും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലേ. ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്തായിരിക്കും എന്ത് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ്, സൗണ്ടിൻ്റെ പിച്ച് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തായിരിക്കും, ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് എഴുതണം? ഹെഡ്സ് ആണ് എന്തെന്ന് അറിയപ്പെടുക, ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ് എന്ന് അറിയപ്പെടുന്നത്. അതിന് ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് എഴുതേണ്ടത്? ഹെഡ്സ് ആണ് എന്തെന്ന് അറിയപ്പെടുക, ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ് എന്ന് അറിയപ്പെടുന്നത്. വെലോസിറ്റി ആണെങ്കിൽ എന്താണ്? വെലോസിറ്റി ആംപ്ലിറ്റ്യൂഡും ഇതെല്ലാം എന്താണ്, സൗണ്ടിനെ ഡിപ്പെൻഡ് ആയിട്ടുള്ള ടേംസ് ആണെങ്കിലും സൗണ്ടിൻ്റെ പിച്ചിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എപ്പോഴും എന്തായിരിക്കും വരിക, ഫ്രീക്വൻസി ആയിരിക്കും. ഇനി നമുക്കറിയാം എന്താണ്, സൗണ്ടിന് ഓഡിബിൾ റേഞ്ച് ഉണ്ട്. എത്ര ആയിരിക്കും നമ്മുടെ ഹ്യൂമൻ ബീസിൻ്റെ ഓഡിബിൾ റേഞ്ച് എന്നറിയപ്പെടുന്നത്? 20 ഹെഡ്സ് അല്ലെ, 20 ഹെഡ്സിനും അതുപോലെ തന്നെ എന്താണ് 20,000 ഹെഡ്സിനും ഇടയിലായിരിക്കും എന്തെന്ന് പറയുക, ഹ്യൂമൻ ബീൻസിൻ്റെ എന്തെന്ന് അറിയപ്പെടുന്നത്, ഓഡിബിൾ റേഞ്ച് എന്ന് അറിയപ്പെടുന്നത്. നോക്കിയേ, ഹ്യൂമൻ ബീൻസിൻ്റെ ഓഡിബിൾ റേഞ്ച് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ശ്രവണ പരിധി എന്ന് പറയുന്നത് എന്താണ്? 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിലുള്ള സൗണ്ട് മാത്രമാണ് നമുക്ക് കേൾക്കാനായിട്ട് പറ്റുന്നത് അല്ലേ. നോക്കിയേ,
20 ഹെർട്സിന് താഴെയുള്ളതിന് എന്ത് പറയാം നമുക്ക്? ഇൻഫ്രാസോണിക് സൗണ്ട് എന്നറിയപ്പെടുന്നുണ്ട്. എന്താണ്? 20 ഹെർട്സിന് താഴെയുള്ള സൗണ്ടിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുക? ഇൻഫ്രാസോണിക് സൗണ്ട് എന്നറിയപ്പെടുന്നത്. അടുത്ത് നോക്കിയേ, 20 ഹെർട്സിന് മുകളിലാണെങ്കിൽ അല്ലെങ്കിൽ 20,000 ഹെർട്സിന് അടുപ്പിച്ചാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? നമുക്ക് അതിൻ്റെ എബോവ് ആണെങ്കിൽ എന്തെന്ന് പറയാം? നമുക്ക് അൾട്രാസോണിക് സൗണ്ട് എന്ന് അറിയപ്പെടുന്നു. അന്നേരം നോക്കി, രണ്ട് തരത്തിലുള്ള സൗണ്ടാണ് എന്ത് അറിയപ്പെടുക? 20 ഹെർട്സിന് താഴെയുള്ള സൗണ്ട് ഹ്യൂമൻ ബീങ്സിന് കേൾക്കാൻ പറ്റില്ല. 20,000 ഹെർട്സിന് മുകളിലുള്ള സൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓഡിബിൾ അല്ല, അല്ലേ? അതുകൊണ്ട് എന്തെന്ന് പറയുന്നുണ്ട്? 20 ഹെർട്സിന് താഴെയുള്ളതിന് നമ്മൾ എന്തെന്ന് പറയുന്നു? ഇൻഫ്രാസോണിക് സൗണ്ട് എന്നും 20,000 ഹെർട്സിന് മുകളിലുള്ളതിന് നമ്മൾ എന്തെന്ന് പറയുന്നുണ്ട്? അൾട്രാസോണിക് സൗണ്ട് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. ക്ലിയർ ആണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പിച്ചിനെ ഡിപ്പെൻഡ് ചെയ്ത ടേമോ താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഫ്രീക്വൻസിയാണ് എന്തെന്നറിയപ്പെടുക? പിച്ചിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ടേം എന്നറിയപ്പെടുന്നത്. ഓക്കെ, ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ടെലഗ്രാം ചാനലാണ് ആൻഡ്രൻ ആർമി നേവി SSC RRB. ഡെയിലി നമുക്ക് ക്വസ്റ്റ്യൻസ്, മോക്ക് ടെസ്റ്റുകൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്, എല്ലാ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ളതും. അതുപോലെ തന്നെ നമുക്ക് ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ നമ്മുടെ ലൈവ് സെക്ഷൻസിൻ്റെ എല്ലാത്തിൻ്റെയും PDF-കളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ ഒരു ടെലഗ്രാം ചാനലാണ്. ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ പ്രോപ്പറായിട്ട് ഇതിനകത്ത് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഡിഫൻസുമായിട്ട് റിലേറ്റ് ചെയ്ത എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ടെലഗ്രാം ചാനലിനകത്ത് നിന്ന് നിങ്ങൾക്ക് കറക്റ്റ് സൊല്യൂഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. The process of making camphor vapor from solid camphor is called. എന്താ പറഞ്ഞേക്കുന്നത്? ക്യാംഫർ മീൻസ് എന്താണ്? കർപ്പൂരം, അല്ലേ? നമ്മൾ യൂസ് ചെയ്യുന്ന കർപ്പൂരമാണ് ക്യാംഫർ എന്നറിയപ്പെടുന്നത്. ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ക്യാംഫർ വേപ്പർ ഫ്രം സോളിഡ് ക്യാംബർ ഈസ് കോൾഡ്. എന്താ പറയുക? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് സോളിഡ് സ്റ്റേറ്റ് ഇരിക്കുന്ന ഒരു ക്യാംബർ എന്ത് ചെയ്യുന്നുണ്ട്? അല്ലെങ്കിൽ ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറുന്നു, വേപ്പറായിട്ട് മാറുന്നതിന് പറയുന്ന പ്രോസസ്സിന്റെ പേരാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നോക്കാം നമുക്ക് എന്താണ് ക്യാംഫർ കർപ്പൂരമാണ്. ഈ ക്യാംഫർ എന്നറിയപ്പെടുന്നത് എന്താണ്? ഒരു സോളിഡ് സ്റ്റേറ്റ് ഇരിക്കുന്ന ഒബ്ജക്റ്റ് ആണ്. ഈ സോളിഡ് സ്റ്റേറ്റ് ഇരിക്കുന്ന ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഡയറക്റ്റ് ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് മാറാണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്യാസിലോട്ട് എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് എന്ത് ചെയ്യുകയാണ്? കൺവേർട്ട് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ നോക്കി, ഈ ഒരു പ്രോസസ്സിന് ഒരു പേര് പറയും. എന്താണ് ആ പ്രോസസ്സിന്റെ പേര്? സബ്ലിമേഷൻ. എന്താണ് ആൻസർ വരുന്നത്? സബ്ലിമേഷൻ, അല്ലേ? സബ്ലിമേഷൻ ആണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നത്? ക്യാംഫർ, അതായത് സോളിഡ് സ്റ്റേറ്റ് ഇരിക്കുന്ന ഒരു ക്യാംഫർ എന്ത് ചെയ്യുകയാണ്? ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറുന്നതെന്ന് പറഞ്ഞാൽ ഏതാണ്? സബ്ലിമേഷൻ എന്നുള്ള പ്രോസസ്സാണ്. അതുപോലെ തന്നെ എന്താണ്? നാഫ്തലീൻ, അല്ലേ? നാഫ്തലീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാറ്റ ഗുളിക, അല്ലേ? ഈ പാറ്റ ഗുളിക എന്ത് ചെയ്യുന്നുണ്ട്? ഡയറക്റ്റ് ആയിട്ട് സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് എന്താണ്? ഡയറക്റ്റ് ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറുകയാണ്, ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുകയില്ല. അങ്ങനെയാണെങ്കിൽ ഈ പ്രോസസ്സിനെ നമ്മൾ പറഞ്ഞു, സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ഡയറക്റ്റ് എന്തിലോട്ട് മാറുകയാണ്? ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? സബ്ലിമേഷൻ. അന്നേരം ആൻസർ ഏതായിരിക്കും വരിക? ഓപ്ഷൻ ഡി, സബ്ലിമേഷൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി നോക്കി, മെൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെൽറ്റിംഗ്? നമുക്കറിയാം, മെൽറ്റ് ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? സോളിഡ് സ്റ്റേറ്റ് ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, അല്ലേ? കട്ടിയായിട്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് മാറുന്നത്, അല്ലേ? ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് മാറുന്നത് ഏത് പ്രോസസ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അത് മെൽറ്റിംഗ് ആണ്, അല്ലേ? സോളിഡ് സ്റ്റേറ്റ് ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് മാറുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് മെൽറ്റിംഗ് എന്ന് അറിയപ്പെടുന്നത്. ഇനി ഫ്രീസിംഗ് ആണെങ്കിൽ എന്താണ് പറയുക? എന്താണ്? ലിക്വിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് എന്താണ്? ലിക്വിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് എന്തിലോട്ട് മാറുകയാണ് ചെയ്യുക? എന്താണ്? സോളിഡ് സ്റ്റേറ്റിലോട്ട് മാറുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്രീസിംഗ് എന്ന് പറയുക, അല്ലെ? നമ്മൾ വെള്ളം എടുത്തോ, വെള്ളത്തിന് എന്ത് ചെയ്തു? നമ്മൾ ഫ്രീസറിനകത്ത് വെച്ചു, അത് എന്ത് ചെയ്യുന്നു? ഐസായിട്ട് മാറുന്നു. ഈ പ്രോസസ്സിനാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്? ഫ്രീസിംഗ് എന്ന് അറിയപ്പെടുന്നത്. ഇനി അടുത്ത് നോക്കിയാൽ ലാസ്റ്റ് വൺ ആണ് ഇവാബ്രേഷൻ. എന്താണ് ഇവാബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലിക്വിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, അല്ലേ? എന്താണ്? ലിക്വിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്ന ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ്, വാട്ടറോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഡയറക്റ്റ് എന്തിലോട്ട് മാറുകയാണ്? ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ പറയുന്ന പേരാണ് എന്തെന്നറിയപ്പെടുന്നത്? ഇവാബ്രേഷൻ എന്ന് അറിയപ്പെടുന്നത്. അതിന് ഇവാബ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളം, അല്ലേ? വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് എന്തിലോട്ട് മാറുന്നു? ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറുന്നു. ഫ്രീസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് എന്തിലോട്ട് മാറുകയാണ്? സോളിഡ് സ്റ്റേറ്റിലോട്ട് മാറുകയാണ്. മെൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് മാറുന്നുണ്ട്. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് എന്തിലോട്ട് മാറുകയാണ് ലിക്വിഡ് സ്റ്റേറ്റിൽ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഡയറക്റ്റ് ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് സബ്ലിമേഷൻ. എക്സാമ്പിൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്താണ്? ഡ്രൈ ഐസും എന്തിന് എക്സാമ്പിൾ ആണ്? സബ്ലിമേഷൻ എക്സാമ്പിൾ ആണ്. ഡ്രൈ ഐസും എന്തിന് എക്സാമ്പിൾ ആണ്? സബ്ലിമേഷൻ എക്സാമ്പിൾ ആണ്. 3 എക്സാമ്പിൾ ആണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്? നാഫ്തലീൻ, അതുപോലെ തന്നെ എന്താണ് നാഫ്തലീൻ, അതുപോലെ കാംഫർ, അതുപോലെ തന്നെ എന്താണ് ഡ്രൈ ഐസ്. ഇത് 3 എന്തിന് എക്സാമ്പിൾ ആണ്? എന്താണ്? സബ്ലിമേഷന് പ്രോസസ്സിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഈസ് നോൺ ആസ് ടേബിൾ ഷുഗർ? താഴെ തന്നിരിക്കുന്നതിനകത്ത് ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? ഓപ്ഷൻ എ സുക്രോസ്, ഓപ്ഷൻ ബി മാൾട്ടോസ്, ഓപ്ഷൻ സി ലാക്ടോസ്, ദെൻ ഓപ്ഷൻ ഡി ഗ്ലൂക്കോസ്. 4 ഓപ്ഷൻ ഉണ്ട്. 4 ഓപ്ഷനകത്ത് എന്തായിരിക്കും ആൻസർ വരുന്നത്? എന്താണ്? ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? മാൾട്ടോസിനെയാണോ, ലാക്ടോസിനെയാണോ, ഗ്ലൂക്കോസിനെയാണോ, സൂക്രോസിനെയാണോ? എന്തായിരിക്കും? നോക്കിയേ, ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ബ്ലഡിൽ കാണപ്പെടുന്ന ഷുഗർ ആണ് എന്തെന്നറിയപ്പെടുന്നത്? ഗ്ലൂക്കോസിന്റെ ഫോമിൽ കാണപ്പെടുന്നത് ബ്ലഡ് ഷുഗർ ആണ് അല്ലേ? ബ്ലഡ് ഷുഗർ എപ്പോഴും എന്തായാലും ഗ്ലൂക്കോസിന്റെ കണ്ടന്റ് ആയിരിക്കും കാണപ്പെടുക. ഈ ഗ്ലൂക്കോസ് ലെവൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബോഡിയിൽ കൂടുതലായിട്ട് കൂടുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ്? നമ്മുടെ പാൻക്രിയാസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യും. പാൻക്രിയാസ് ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഇൻസുലിൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഈ ഇൻസുലിൻ നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാത്ത സമയത്താണ് എന്ത് ചെയ്യുക? ആ പേഷ്യന്റ് ഡയബറ്റിക് പേഷ്യന്റ് ആയിട്ട് മാറുന്നത്. എന്തുകൊണ്ടായിരിക്കും? എന്താണ്? ബ്ലഡിന്റെ ഷുഗർ ലെവൽ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. പക്ഷെ എന്താ? അത് സോൾവ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻസുലിൻ എന്ത് ചെയ്യത്തില്ല ഇൻസുലിൻ എന്ത് ചെയ്തില്ല? പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം? ബ്ലഡ് ഷുഗർ കൂടുതലായിട്ട് കൂടുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പുറത്തുനിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻസുലിനെ ഇൻടേക്ക് ചെയ്യും അല്ലെ? അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള മെഡിസിൻസ് എന്ത് ചെയ്യുന്നുണ്ട്? കഴിക്കുന്നുണ്ട്. ഇതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി അടുത്താണ് എന്തെന്നറിയപ്പെടുന്നത്? ലാക്ടോസ്. എന്താണ് ലാക്ടോസ് എന്നറിയപ്പെടുന്നത്? അതായത് മിൽക്ക് അല്ലേ? പാലിനകത്തൊക്കെ അടങ്ങിയിരിക്കുന്ന ഷുഗർ. നമുക്കറിയാം നോർമലി നമ്മൾ പാല് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? മിൽക്ക് ചൂടാക്കും അല്ലെങ്കിൽ ചൂടാക്കി എടുക്കുന്ന സമയത്ത് ഓൾറെഡി അതിന് എന്തുണ്ട്? ഒരു ചെറിയ മധുരമുണ്ട്. എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ച് ഷുഗർ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നോർമലായിട്ട് ഒരു പാലിന് എന്ത് ചെയ്യുന്നുണ്ട്? മധുരം കാണപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഷുഗറാണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ് എഴുതേണ്ടത്? ലാക്ടോസ് ആണ്. നോക്കി, ഏതാണ്? ലാക്ടോസ് ആണ് പാലിൽ അടങ്ങിയിരിക്കുന്ന ഷുഗർ എന്നറിയപ്പെടുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ എഴുതേണ്ടത്? സൂക്രോസ് ആണ് എന്തെന്നറിയപ്പെടുക? ടേബിൾ ഷുഗർ എന്ന് അറിയപ്പെടുന്നത്. ഏതാണ്? സൂക്രോസിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? ടേബിൾ ഷുഗർ എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ടേബിൾ സോൾട്ട് എന്നറിയപ്പെടുന്ന ഏതിനെയായിരിക്കും? ഏതാണ്? NaCl. NaCl എന്താണ്? സോഡിയം ക്ലോറൈഡ് അല്ലെ? സോഡിയം ക്ലോറൈഡിനെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുക? ടേബിൾ സോൾട്ട് എന്ന് അറിയപ്പെടുന്നത്. ടേബിൾ ഷുഗർ എന്ന് അറിയപ്പെടുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതിനെയാണ്? സൂക്രോസിനെയാണ്. ടേബിൾ സോൾട്ട് എന്ന് അറിയപ്പെടുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? NaCl അല്ലെങ്കിൽ എന്താണ്? സോഡിയം ക്ലോറൈഡിനെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്? ടേബിൾ സോൾട്ട് എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ആൻഡ്രോയിഡ് ഡിഫൻസ് അക്കാഡമിയിൽ ആർമി റാലീസ് 2026 ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഡെയിലി ലൈവ് ക്ലാസ്സസ് ആയിട്ടായിരിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ് കാണാൻ പറ്റില്ലെങ്കിൽ സെയിം ക്ലാസ് നമുക്ക് റെക്കോർഡഡ് സെക്ഷനായിട്ട് ലഭിക്കുന്നതാണ്. അതിനോടൊപ്പം ഡിജിറ്റൽ സ്റ്റഡി മെറ്റീരിയൽസും ഡെയിലി പ്രാക്ടീസ് പേപ്പറും റിവിഷൻ ക്ലാസ്സും വീക്ക്ലി എക്സാംസും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 50-ൽ പരം മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ഈ ഒരു ആപ്പിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കാം, വർക്കൗട്ട് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് എന്നറിയപ്പെടുന്ന ആർമി GD, ട്രേഡ്സ്മാൻ, ഓഫീസ് അസിസ്റ്റൻറ്റ്, നഴ്സിംഗ് അസിസ്റ്റൻറ്റ്, ടെക്നിക്കൽ, ഇതിൻ്റെ എല്ലാം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് ക്ലാസ് ലഭിക്കുന്നതാണ്. ജോയിൻ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. കറക്റ്റ് ഡീറ്റെയിൽസ് അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, 5ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഈസ് ദ മോസ്റ്റ് കോമൺ പോളിസാക്രൈഡ് ഫൗണ്ട് ഇൻ നേച്ചർ? നേച്ചറിൽ കാണപ്പെടുന്ന പോളിസാക്രൈഡ് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതാണ്? കോമൺ ആയിട്ട് കാണപ്പെടുന്നത് മോസ്റ്റ് കോമൺ പോളിസാക്രൈഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ആവണി. ഓക്കെ, ഗുഡ് മോർണിംഗ്. നോക്കി എന്തായാലും നോക്കിയേ, കോമൺ പോളിസാക്രൈഡ് താഴെ തന്നിരിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ എ സ്റ്റാർച്ച്, ഓപ്ഷൻ ബി സെല്ലുലോസ്, ഓപ്ഷൻ സി ഗ്ലൈക്കോജൻ, ദെൻ ഓപ്ഷൻ ഡി ചിറ്റിൻ അല്ലേ? നോക്കി നമുക്കറിയാം ഇതിനകത്ത് എന്താണ് അറിയപ്പെടുന്നത്? പോളിസാക്രൈഡ്. നമ്മൾ കെമിസ്ട്രി എവറി ലൈഫിനകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക്, അതുപോലെ തന്നെ എന്താണ് മെഡിസിൻസും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പോളിസാക്രൈഡ് എന്ന് പറയുന്നുണ്ട്
കോമൺ ആയിട്ട് കാണപ്പെടുന്ന നേച്ചറിൽ കാണപ്പെടുന്ന പോളിസാക്കറൈഡ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ എഴുതേണ്ടത്? സ്റ്റാർച്ച് ആണോ സെല്ലുലോസ് ആണോ ചോദിച്ചാൽ ഏതാണ്? സെല്ലുലോസ് ആണ്. പ്ലാന്റ് സെല്ലിനകത്ത് കാണപ്പെടുന്നതാണ് സെല്ലുലോസ് എന്ന് അറിയപ്പെടുന്നത് അല്ലേ. ഇതിൽ പ്ലാന്റ് സെല്ലിനകത്ത് കാണപ്പെടുന്ന സെല്ലുലോസ് ആണ് എന്തെന്ന് അറിയപ്പെടുന്നത്? നമ്മൾ മോസ്റ്റ് കോമൺ പോളിസാക്കറൈഡിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അതും എവിടെയാണ്? നേച്ചറിൽ കാണപ്പെടുന്ന പോളിസാക്കറൈഡിന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സെല്ലുലോസ് ആണ്. ഈ സെല്ലുലോസ് എവിടെയാണ് കാണപ്പെടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? പ്ലാന്റ് സെല്ലിനകത്താണ് എന്ത് ചെയ്യുക? സെല്ലുലോസ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഓക്കെ, ആൻസർ ഏതാണ്? ഓപ്ഷൻ ഏതാണ്? സെല്ലുലോസ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഓൺ ഫുഡ് നിർമ്മിക്കുന്നുണ്ട് അല്ലേ. പ്ലാന്റ്സ് അവർക്ക് സ്വന്തമായിട്ട് ഫുഡ് നിർമ്മിക്കുന്നുണ്ട്. ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന പിഗ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഒരു ഗ്രീൻ കളറുള്ള പിഗ്മെന്റ് ലീഫിനകത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ഏത് പിഗ്മെന്റ് ആണ്? ഗ്രീൻ കളറുള്ള പിഗ്മെന്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ എന്തായിരിക്കും എഴുതേണ്ടത്? എന്താണ്? ക്ലോറോഫിൽ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ക്ലോറോഫിൽ. ക്ലോറോഫില്ലാണ് എന്ത് ചെയ്യുക? നമ്മൾ ഗ്രീൻ കളറുള്ള പിഗ്മെന്റ് മീൻസ് എന്താണ്? ലീഫിന് ഗ്രീൻ കളറുള്ള പിഗ്മെന്റ് ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? അവർക്ക് ഫോട്ടോസിന്തസിസ് വഴിയുള്ള പ്രോസസ്സ് വഴി അവർക്ക് വേണ്ടുന്ന ഫുഡ് നിർമ്മിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അന്നേരം ഈ ഫോട്ടോസിന്തസിസിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അവർ എന്തിനാണ് ഇൻടേക്ക് ചെയ്യുക? കാർബൺ ഡൈ ഓക്സൈഡിനെ ഇൻടേക്ക് ചെയ്യും അല്ലെ, സ്വീകരിച്ചിട്ട് എന്തിനാണ് റിലീസ് ചെയ്യുക എന്ന് ചോദിച്ചാൽ എന്താണ്? ഓക്സിജനെ റിലീസ് ചെയ്യുന്നുണ്ട്. ഇത് എപ്പോഴാണ് നടക്കുക? സൺലൈറ്റിന്റെ പ്രസൻസിൽ മാത്രമേ എന്ത് ചെയ്ത് നടക്കത്തുള്ളൂ? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കത്തുള്ളൂ. പിന്നെ ക്ലോറോഫിലിന്റെ പ്രസൻസിൽ, സൺലൈറ്റിന്റെ പ്രസൻസിലും അതുപോലെ തന്നെ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് അവർ എന്ത് ചെയ്യുന്നു? അവർക്ക് വേണ്ടുന്ന ഫുഡ് നിർമ്മിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നത്? ഫോട്ടോസിന്തസിസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ബയോളജിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്രോക്സിമേറ്റ്ലി ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് യൂറിൻ ഡസ് എ ഹ്യൂമൻ എക്സ്ക്രീറ്റ് പെർ ഡേ? എന്താണ് പറയുക? എക്സ്ക്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പുറം തള്ളുന്നത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ദിവസം അല്ലെങ്കിൽ എന്താ പെർ ഡേയിൽ എത്ര ലിറ്റർ വെള്ളമാണ് നമ്മൾ എന്ത് ചെയ്യുക? യൂറിനായിട്ട് പുറത്ത് കളയുന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കി. ഓപ്ഷൻ എ 1 ലിറ്റർ, ഓപ്ഷൻ ബി 1.8 ലിറ്റർ, ഓപ്ഷൻ സി 3 ലിറ്റർ, ദെൻ ഓപ്ഷൻ ഡി 4 ലിറ്റേഴ്സ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് എന്താണ് പറഞ്ഞേക്കുന്നത്? എന്താണ് ഈ 4 ഓപ്ഷനകത്ത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? എംറ്റി ചെയ്യുക അല്ലെങ്കിൽ എന്താണ്? പുറത്ത് കളയുന്നത് എത്ര ലിറ്റേഴ്സോ അല്ലെ യൂറിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഓക്കെ, ഒരാൾ ആൻസർ ചെയ്തിട്ടുണ്ട്. ഏതാണ്? 1.8 ലിറ്റേഴ്സ് ആണ് എന്ത് ചെയ്യുക? നമ്മൾ പുറത്ത് യൂറിനായിട്ട് നമ്മൾ നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്ത് കളയുന്നത് എന്താണ്? 1.8 ലിറ്റേഴ്സ് വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്താണ്? പുറത്തോട്ട് കളയുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ ആണ്? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ ആണല്ലോ? ഇനി നോക്കി, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നുണ്ട്. ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നത് നമ്മൾ അല്ലെങ്കിൽ എന്ത് ഓർഗനുമായിട്ട് റിലേറ്റഡ് ആണ്? ബ്ലഡ് പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ബ്ലഡ് പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കിഡ്നിയാണ് അല്ലേ. അതായത് കിഡ്നിയാണ് നമ്മൾ എന്ത് ചെയ്യുക? ബ്ലഡ് പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എഴുതേണ്ടത്? കിഡ്നിയാണ്. അതുപോലെ നമ്മൾ യൂറിനേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ഓർഗൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എഴുതേണ്ടത്? കിഡ്നിയാണ് അല്ലേ. കിഡ്നി തന്നെയാണ് നമ്മളെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നതും അതുപോലെ യൂറിനേഷനൊക്കെ ഉള്ള റിലേറ്റഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്യൂരിഫിക്കേഷൻ ആണ്. ഹാർട്ട് അല്ല. ഹാർട്ട് എന്താണ് ഫംഗ്ഷൻ? ഓക്കെ, ഹാർട്ടിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബ്ലഡ് പമ്പിങ് ആണ് കേട്ടോ. ബ്ലഡിനെ എന്ത് ചെയ്യുക? എല്ലാ ബോഡിയിലോട്ടും പമ്പ് ചെയ്യുക അല്ലെ. നമ്മുടെ ഹ്യൂമൻ ബോഡിയിലോട്ട് ഫുള്ളായിട്ട് എന്ത് ചെയ്യുക? പമ്പ് ചെയ്ത് മാറ്റുന്നതാണ്. അല്ലെങ്കിൽ എല്ലാ ബോഡിയിലും ബ്ലഡ് എത്തിക്കാൻ വേണ്ടിയിട്ട് ഓക്സിജൻ കണ്ടന്റ് ആയിട്ടുള്ള ബ്ലഡ് എത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഓർഗനാണ്. പമ്പിങ് ഓർഗനായിട്ടാണ് എന്ത് യൂസ് ചെയ്യുക? ഹാർട്ട് നമ്മളെ ഫംഗ്ഷൻ ചെയ്യുന്നത്. പക്ഷേ പ്യൂരിഫിക്കേഷൻ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കും? കിഡ്നിയാണ് അല്ലെ. ഇത് കിഡ്നി ഫെയിലിയർ ആകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡയാലിസിസ് എന്നുള്ള ഡിസീസ് ആ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതും ബ്ലഡ് പ്യൂരിഫിക്കേഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹെൽപ്പ് ചെയ്യുന്നത്. ക്ലിയർ ആണ്? രണ്ടും തിരിഞ്ഞു പോകരുത്. അങ്ങനെയാണ് സ്റ്റഡി ഓഫ് കിഡ്നി ആണെങ്കിൽ നമുക്ക് എന്താ പറയേണ്ടത്? കിഡ്നിയെ കുറിച്ചുള്ള സ്റ്റഡിയെ പറയേണ്ട പേരാണ് എന്നറിയപ്പെടുന്നത് നെഫ്രോളജി. എന്താണ്? നെഫ്രോളജി ആണ് സ്റ്റഡി ഓഫ് കിഡ്നി എന്നറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ മെയിൻ ഫങ്ഷണൽ യൂണിറ്റ്, കിഡ്നിയുടെ മെയിൻ ഫങ്ഷണൽ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? നെഫ്രോൺസ് ആണ്. നെഫ്രോൺസ് ആണ് എന്തെന്ന് അറിയപ്പെടുക? കിഡ്നിയുടെ മെയിൻ ഫങ്ഷണൽ യൂണിറ്റ് എന്നറിയപ്പെടുന്ന ചോദിച്ചു കഴിഞ്ഞാൽ കിഡ്നിയുടെ എന്താണ്? നെഫ്രോൺസ് ആണ്. അങ്ങനെ സ്റ്റഡി ഓഫ് കിഡ്നി ആണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ്? നെഫ്രോളജി ആണ്. അങ്ങനെയാണെങ്കിൽ ഹാർട്ടിനെ കുറിച്ചുള്ള പഠനം എന്താണ് നമുക്ക് പറയാം അല്ലേ? കാർഡിയോളജി അല്ലേ. കാർഡിയോളജി ആണ് സ്റ്റഡി ഓഫ് എന്തെന്നറിയപ്പെടുന്ന ഹാർട്ട് എന്നറിയപ്പെടുന്നത്. അതുപോലെ ഹാർട്ടിന്റെ ഫംഗ്ഷൻ അറിയാൻ വേണ്ടിയിട്ട് ഹാർട്ടിന്റെ
ഫംഗ്ഷൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ECG എടുക്കുന്നുണ്ട് അല്ലേ. എന്താണ് എടുക്കുക, ECG ആണ് എടുക്കുന്നത്. ECGയിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തറിയാനായിട്ട് പറ്റും, നമ്മുടെ ഹാർട്ടിൽ എന്തെങ്കിലും ബ്ലോക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ എന്ന് നമുക്ക് പ്രോപ്പറായിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? അന്നേരം നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒരു ദിവസം നമ്മൾ പുറത്ത് കളയുന്ന എക്സ്ക്രീറ്റ് ചെയ്യുന്ന യൂറിൻ്റെ കൗണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്, 1.8 ലിറ്റേഴ്സ് വരെയാണ് എന്ത് ചെയ്യുക, നമ്മൾ പുറത്ത് കളയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് ദർ ഈസ് എ ഡെഫിഷ്യൻസി ഓഫ് ADH ഹോർമോൺ ഇൻ ദ ബ്ലഡ്, നമ്മൾ എന്താ പറയുക, നമ്മളെ ബ്ലഡിൽ ADH ഹോർമോൺ കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റം അല്ലെങ്കിൽ എന്താണ് ഉണ്ടാകുന്ന മാറ്റമാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ എന്താണ്, ദ എമൗണ്ട് ഓഫ് യൂറിൻ ഇൻക്രീസ്. ഓപ്ഷൻ ബി എന്താണ്, ദ എമൗണ്ട് ഓഫ് യൂറിൻ ഡിക്രീസ്. ദെൻ ഓപ്ഷൻ സി എന്താണ്, ദ pH ഓഫ് യൂറിൻ ചേഞ്ചസ് ഫ്രം 4.8 to 8. ദെൻ ഓപ്ഷൻ ഡി, ദ സെക്രീഷൻ ഓഫ് അൺകൺട്രോം ഇൻക്രീസ്. നോക്കി, ഇതിനകത്ത് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. എന്താണ് പറഞ്ഞേക്കുന്നത്, ADH ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ ഡെഫിഷ്യൻസി ആയിട്ട് കാണപ്പെടുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് ചോദിച്ചേക്കുന്നത്. എന്തായിരിക്കും ആൻസർ വരിക? യൂറിൻ്റെ എമൗണ്ട് കൂടുതലാണോ അതോ യൂറിൻ എമൗണ്ട് കുറവാണോ, എന്തായിരിക്കും വരുന്നത്? എന്താണ് വരുന്നത്? ദ എമൗണ്ട് ഓഫ് യൂറിൻ എന്ത് ചെയ്യുകയാണ്, ഇൻക്രീസ് ആണ് ചെയ്യുക. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂറിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, എമൗണ്ട് എന്താണ്, വളരെ കൂടുതലാണ് കാണപ്പെടുന്നത്. അന്നേരം ADH ഹോർമോൺസ് കൂടുതലായിട്ട് കാണപ്പെടുന്ന അല്ലെങ്കിൽ എന്താണ് ഡെഫിഷ്യൻസി ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂറിൻ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതെന്ത് ചെയ്യുന്നുണ്ട്, യൂറിൻ കൂടുതലായിട്ട് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ നിന്ന് എമിറ്റ് പുറത്ത് കളയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹെൽപ്പ് ചെയ്യുന്നതല്ല, കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പുറത്ത് തള്ളുന്നുണ്ട്. ഓക്കെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്നേക്ക് ഈസ് നോൺ പോയിസണസ്? താഴെ തന്നിരിക്കുന്നത് എന്താണ്, പോയിസണസ് ആയിട്ട് അല്ലെങ്കിൽ എന്താണ് സ്നേക്സിന്റെ പേരാണ് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് നോൺ പോയിസണസ് ആണ് എന്ന് വെച്ചാൽ എന്താണ്, വിഷമില്ലാത്ത പാമ്പിനെ കണ്ടുപിടിക്കാനാണ് അല്ലേ. നോക്കിയേ, ഓപ്ഷൻ നോക്കിയേ. ഓപ്ഷൻ എ കിങ് കോബ്ര, ഓപ്ഷൻ ബി റെസ്ലെസ് വൈപ്പർ, ദെൻ ഓപ്ഷൻ ഡി കോമൺ കാറ്റർ, ദെൻ ഓപ്ഷൻ ഡി പൈത്തൺ. ഓക്കെ, ഇതിനകത്ത് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏതായിരിക്കും നോൺ പോയിസണസ് ആയിട്ടുള്ള സ്നേക്ക് എന്നറിയപ്പെടുന്നത്? ഏതാണ്? നമുക്കറിയാം കിങ് കോബ്രയൊക്കെ എന്താണ്, ഹൈലി പോയിസൺ ആണ്. കടിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും, നല്ല രീതിയിൽ എന്ത് പറ്റും, നമ്മൾ പെട്ടെന്ന് തന്നെ മരണപ്പെടും അല്ലേ. നമ്മൾ എത്രയോ സ്റ്റെപ്പുകൾ വെക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മരണപ്പെടാനായിട്ട് കാരണമാകുന്നുണ്ട്. അന്നേരം ഓപ്ഷൻ ഒക്കെ ഒരാൾ ആൻസർ ചെയ്തിട്ടുണ്ട്. ഏതാണ്? ഓപ്ഷൻ ഡി പൈത്തൺ ആണ് എന്ത് ചെയ്യുക, നോൺ പോയിസണസ് ആയിട്ടുള്ള സ്നേക്ക് എന്ന് അറിയപ്പെടുന്നത്. ഏതാണ് ആൻസർ എഴുതേണ്ടത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ കേർഡിങ് ഓഫ് മിൽക്ക് ഈസ് കോസ്ഡ് ബൈ അല്ലേ. പാല് പുളിച്ചെന്ത് ചെയ്യുകയാണ്, തൈരാക്കി മാറ്റുക എന്ന് പറയുന്നത്. നോക്കിയേ, താഴത്തെ കുറേ ബാക്ടീരിയസിന്റെ പേര് തന്നിട്ടുണ്ട്. ഇതിൽ ഏത് ബാക്ടീരിയ റിയാക്ട് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക, മിൽക്ക് എന്തായിട്ട് മാറുന്നത്, കേർഡായിട്ട് മാറുന്നത്. ഈ മിൽക്ക് കേർഡായിട്ട് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന പ്രോസസ്സ് എപ്പോഴും എന്തായിരിക്കും, കെമിക്കൽ റിയാക്ഷൻ ആയിരിക്കും അല്ലേ. നമുക്ക് പുതിയൊരു പ്രോഡക്റ്റ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്, കെമിക്കൽ റിയാക്ഷൻ ആണ് നടക്കുക. മിൽക്ക് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഈ പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു ബാക്ടീരിയയുടെ പ്രസൻസിൽ എന്ത് ചെയ്യാണ്, പുതിയ പ്രോഡക്റ്റ് ആയിട്ട് മാറുകയാണ് കേർഡ് എന്നുള്ളത്. ഈ കേർഡിനെ നമുക്ക് തിരിച്ചെന്താക്കി മാറ്റാൻ പറ്റില്ല, മിൽക്കാക്കി നമുക്ക് മാറ്റാനായിട്ട് പറ്റില്ല. അന്നേരം നോക്കി, ഇത് ഏത് റിയാക്ഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതാം. ഏതാണ്? നമുക്ക് എന്തെഴുതാം, കെമിക്കൽ റിയാക്ഷൻ എന്ന് എഴുതാനായിട്ട് പറ്റും. പുതിയ പ്രോഡക്റ്റ് അവിടെ ഫോം ചെയ്തു. ഈ പ്രോഡക്റ്റിൽ നിന്ന് നമുക്ക് അതിൻ്റെ പഴയ സ്റ്റേറ്റിലോട്ട് മാറ്റാനായിട്ട് സാധിക്കില്ല. ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്. ദ കേർഡിങ് ഓഫ് മിൽക്ക് കോസ്ഡ് ബൈ അല്ലേ. അതായത് മിൽക്ക് തൈരാക്കി മാറ്റാനായിട്ട് താഴെ തന്നിരിക്കുന്ന ഏത് ബാക്ടീരിയ ആണ് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഏതായിരിക്കും ആൻസർ? നമുക്കറിയാം മിൽക്കിനകത്ത് അടങ്ങിയിരിക്കുന്ന ആസിഡ് നമുക്ക് ഫസ്റ്റ് നോക്കാം. അത് കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഏതാണ് മിൽക്കിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് മിൽക്കിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ലാക്റ്റിക് ആസിഡ് ആണ് അല്ലേ. ലാക്റ്റിക് ആസിഡ് ആണ് മിൽക്കിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ ലാക്റ്റിക് ആസിഡ് ആണ്. അത് കണക്ട് ചെയ്ത് നമുക്കൊരു ഉപകരണം ഉണ്ട്. എന്താണ്? പാലിൻ്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, മിൽക്കിൻ്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ലാക്ടോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്
അല്ലേ? ലാക്ടോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നു. ഇത് രണ്ടും എന്താണ്? മിൽക്കുമായിട്ട് റിലേറ്റ് ചെയ്ത രണ്ട് ടേംസ് ആണ്. ലാക്റ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിൽക്കിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ചോദിക്കുകയാണെങ്കിൽ ലാക്റ്റിക് ആസിഡും, അതുപോലെ തന്നെ എന്താണ്? മിൽക്കിനകത്ത് അല്ലെങ്കിൽ മിൽക്കിന്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ലാക്ടോമീറ്ററും ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഓപ്ഷനകത്ത് നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ബാക്ടീരിയ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ സി, ലാക്ടോബാസിലസ് ആണ്. എന്ത് ചെയ്യുക? പാലിനെ പുളിപ്പിച്ച് എന്താക്കി മാറ്റുക? തൈരാക്കി മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയ എന്നറിയപ്പെടുന്ന. അന്നേരം ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ കെമിക്കൽ ഫോർമുല ഓഫ് ജിപ്സം. എന്താണ് ജിപ്സത്തിന്റെ കെമിക്കൽ ഫോർമുല? താഴെ തന്നിരിക്കുന്നത് ഏതാണ്? ജിപ്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് ചോദിച്ചാൽ നമുക്കറിയാം എന്താണ്? കാൽസ്യം ആണ് അല്ലെ? കാൽസ്യത്തിന്റെ വേറെ രൂപാന്തരങ്ങളൊക്കെയാണ് ജിപ്സം, പ്ലാസ്റ്റർ ഓഫ് പാരീസ്, അല്ലെങ്കിൽ ചോക്ക്, മാർബിൾ എന്നൊക്കെ പറയുന്നത് എന്താണ്? കാൽസ്യം കണ്ടന്റ് കൂടുതലായിട്ടുള്ളതാണ്. അതിന് ജിപ്സത്തിനകത്ത് ഏറ്റവും മെയിൻ ആയിട്ട് അടങ്ങിയിരിക്കുന്ന ഏതാണ്? കാൽസ്യം ആണ്. അതിന് നമുക്ക് ഓരോ ഓപ്ഷൻ കട്ട് ചെയ്യാൻ പറ്റും. ഏതാണ്? നൺ ഓഫ് ദി എബോവ് നമുക്ക് എന്തായാലും കട്ട് ചെയ്യാൻ പറ്റും. ഈ തന്നിരിക്കുന്നതിനകത്ത് എന്തോ ഒരെണ്ണത്തിനകത്ത് എന്തോ ഉണ്ട്. ഈ ജിപ്സത്തിനെ നമ്മൾ ചൂടാക്കി അല്ലെങ്കിൽ ജിപ്സത്തിനെ കണക്ട് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യുക? പ്ലാസ്റ്റർ ഓഫ് പാരീസ് കാണുന്നത്. എന്ന് വെച്ചാൽ പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോൺസിനകത്ത് എന്തെങ്കിലും ക്രാക്കേഴ്സ് അല്ലെങ്കിൽ എന്താണ് പൊട്ടലൊക്കെ വീഴുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അത് ജോയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? കാലോ കൈയോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? പ്ലാസ്റ്റർ ചെയ്യുന്നുണ്ട്. ഈ പ്ലാസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് ആണ് ഇതെന്നറിയപ്പെടുക പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നറിയപ്പെടുക. സ്കൾപ്ചേഴ്സ് ഒക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മോഡൽസ് ഒക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് നമ്മൾ യൂസ് ചെയ്യുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇതിന്റെ കെമിക്കൽ ഫോർമുല അല്ലെ ജിപ്സത്തിന്റെ കെമിക്കൽ ഫോർമുലയാണ് ചോദിച്ചേക്കുന്നത്. എന്തായിരിക്കും ആൻസർ? CaSO4 3H2 ആണ്. എന്തായാലും വാട്ടർ കണ്ടന്റ് എന്തായാലും ഉണ്ട്. അതിനകത്ത് എന്തായിരിക്കും ആൻസർ? CaSO4 3H2 ആണോ? CaSO4 2H2 ആയിരിക്കും? അതോ CaSO4 H2 ആയിരിക്കും? എന്തായിരിക്കും ആൻസർ എന്ന് പറയുന്നത്? കാൽസ്യം സൾഫേറ്റ്. സി എന്ന് പറഞ്ഞാൽ കാൽസ്യം റിലേറ്റഡ് ആണ്. ഇതിനകത്ത് എന്തായിരിക്കും വരിക? ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലെ? CaSO4.2H2 എന്നാണ് അറിയപ്പെടുക ജിപ്സത്തിന്റെ കെമിക്കൽ ഫോർമുല എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഫിസിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻ ആണ്. ദ കപ്പാസിറ്റി ടു ഡു വർക്ക് ഈസ് കോൾഡ്. വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിയെ പറയുന്ന പേര് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്നാണ്? ഓപ്ഷൻ നോക്കി. ഓപ്ഷൻ എ പവർ, ഓപ്ഷൻ ബി എനർജി, ഓപ്ഷൻ സി മൊമെന്റം, ദെൻ ഓപ്ഷൻ ഡി ആക്സലറേഷൻ. എന്തായിരിക്കും? നമുക്കൊരു വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി, നമുക്കൊരു ജോലി ചെയ്യണം, നമുക്കൊരു പ്രവൃത്തി ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താവശ്യമാണ്? എനർജി ആണോ ആവശ്യം? അതോ പവർ ആണോ ആവശ്യം? മൊമെന്റം ആണോ? ആക്സലറേഷൻ ആണോ? 4 ടേം നമുക്ക് തന്നിട്ടുണ്ട്. കപ്പാസിറ്റി ടു ഡു വർക്ക് എന്തിന്റെ ഡെഫിനിഷനാണ് കപ്പാസിറ്റി ടു ഡു വർക്ക് എന്നറിയപ്പെടുന്നത്? ഒന്നെങ്കിൽ പവറിന്റെ അല്ലെങ്കിൽ എന്താണ്? എനർജിയുടെ ഡെഫിനിഷനാണ്. എന്തായിരിക്കും ആൻസർ വരുന്നത്? എന്താണ് നമുക്കൊരു വർക്ക് ചെയ്യാൻ വേണ്ടുന്നത്? എന്താണ്? പവർ ആണോ? എനർജി ആണോ? എന്താണ് വേണ്ടുന്നത്? ഓപ്ഷൻ ബി എനർജിയാണ് അല്ലെ? എനർജി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അന്നേരം നമ്മൾ നൈറ്റൊക്കെ എന്താ നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റെസ്റ്റ് ഒക്കെ എടുത്ത് കിടക്കുവാണെങ്കിൽ നമുക്ക് പിറ്റേന്ന് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അന്നേരം എന്താണ്? ദ കപ്പാസിറ്റി ടു ഡു വർക്ക് എന്നറിയപ്പെടുന്ന എന്തിന്റെ ഡെഫിനിഷൻ ആണെന്ന് ചോദിച്ചാൽ എന്താണ്? എനർജിയുടെ ഡെഫിനിഷനാണ് എന്തെന്നറിയപ്പെടുക? കപ്പാസിറ്റി ടു ഡു വർക്ക് എന്ന് അറിയപ്പെടുന്നത്. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സലറേഷൻ SI യൂണിറ്റ് എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ പവറിന്റെ യൂണിറ്റ് എന്തായിരിക്കും? പവറിന്റെ പവറിന്റെ യൂണിറ്റ് SI യൂണിറ്റ് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ പവറിന്റെ SI യൂണിറ്റ് നമുക്ക് എന്തെന്ന് എഴുതാനായിട്ട് പറ്റും? വാട്ട് എഴുതാനായിട്ട് പറ്റും അല്ലെ? വാട്ടാണ് എന്തെന്ന് അറിയപ്പെടുക? പവറിന്റെ SI യൂണിറ്റ് എന്ന് അറിയപ്പെടുന്നത്. എനർജിയുടെ ആണെങ്കിൽ എന്താണ്? ജൂൾ ആണ് എന്തെന്ന് അറിയപ്പെടുക? എനർജിയുടെ SI യൂണിറ്റ് എന്ന് അറിയപ്പെടുന്ന ഏതാണ്? ജൂൾ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഡിവൈസ് ദാറ്റ് കൺവേർട്ട്സ് കെമിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. എന്താണ് പറഞ്ഞേക്കുക? ഇലക്ട്രിക് എനർജിയെ എന്ത് ചെയ്യുകയാണ്? കെമിക്കൽ എനർജിയെ ഇലക്ട്രിക് എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഏത് ഡിവൈസ് ആണ് അല്ലെങ്കിൽ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കിയേ. ഓപ്ഷൻ എ മോട്ടോർ. മോട്ടോർ എന്താണ്? മെക്കാനിക്കൽ എനർജിയാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നേരം നമുക്ക് അതിനകത്ത് നമുക്ക് ആൻസർ കിട്ടത്തില്ല. ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ? ജനറേറ്ററും എന്ത് തന്നെയാണ്? മെക്കാനിക്കൽ എനർജിയാണ് എന്ത് ചെയ്യുക? നമ്മൾ ജനറേറ്റർ യൂസ് ചെയ്യുന്നതിന് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്ത ഏതാണ്? സെല്ലുണ്ട്, അതുപോലെ തന്നെ സ്പീക്കറുണ്ട്. സ്പീക്കറും എന്താണ് ചെയ്യുക? മെക്കാനിക്കൽ എനർജി യൂസ് ചെയ്താണ് എന്ത് ചെയ്യുക? സ്പീക്കറും പ്രവർത്തിക്കുന്നത്. നമുക്ക് എന്തെഴുതാം ആൻസർ? ഓപ്ഷൻ സി സെല്ല് അല്ലെങ്കിൽ ബാറ്ററി അല്ലേ? സെല്ല് അല്ലെങ്കിൽ എന്താണ്? ബാറ്ററി ആണ് നമ്മൾ എന്ത് ചെയ്യുക? കെമിക്കൽ എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യുക? ഇലക്ട്രിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ?
ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഹൂ ഇൻവെന്റഡ് ദ എയറോപ്ലെയിൻ? നോക്കി, എയറോപ്ലെയിൻ ഇൻവെന്റ് ചെയ്ത ആരാണ്? ഗ്രഹാം ബെൽ, ഓർവില്ലെ ആൻഡ് വിൽബർ, ദെൻ ഓപ്ഷൻ സി എഡിസൺ, ദെൻ ഓപ്ഷൻ ഡി ഗലീലിയോ. എന്തായിരിക്കും ആൻസർ വരിക? ഓപ്ഷൻ ബി ഏതാണ്? ഓർവില്ലെ ആൻഡ് വിൽബർ ആണ് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ എയറോപ്ലെയിൻ കണ്ടുപിടിച്ച റൈറ്റ് ബ്രദേഴ്സ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അന്നേരം നോക്കി ഏതാണ് എയറോപ്ലെയിൻ കണ്ടുപിടിച്ചതാണ്? ഓർവില്ലെ ആൻഡ് വിൽബർ ആണ് എന്ത് ചെയ്യുക എയറോപ്ലെയിൻ അല്ലെങ്കിൽ കണ്ടുപിടിച്ചത്. ഓക്കെ, നോക്കി, എഡിസൺ, തോമസ് ആൽവ എഡിസൺ എന്താണ് കണ്ടുപിടിച്ചത്? തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേര് ചോദിക്കുവാണെങ്കിൽ എന്താണ്? തോമസ് ആൽവ എഡിസൺ ആണ് എന്ത് കണ്ടുപിടിച്ചത്? ബൾബ്, നമ്മൾ യൂസ് ചെയ്യുന്ന ബൾബ് കണ്ടുപിടിച്ചത്. അങ്ങനെയാണെങ്കിൽ ബൾബിൽ അടങ്ങിയിരിക്കുന്ന ഫിലമെന്റ് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുക? ഈ ബൾബിലെ ഫിലമെന്റ് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുക എന്ന് ചോദിച്ചാൽ എന്താണ്? ടങ്സ്റ്റൺ അല്ലേ? ടങ്സ്റ്റൺ കൊണ്ടാണ് എന്ത് ചെയ്യുക ബൾബിന്റെ ഫിലമെന്റ് നിർമ്മിച്ചിരിക്കുന്ന. ഹൈലി മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്, അതുകൊണ്ട് എന്താണ് ബൾബിനകത്ത് അടങ്ങിയിരിക്കുന്ന ഫിലമെന്റ് നിർമ്മിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ എന്താണ്? ടങ്സ്റ്റൺ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. A step used in the process of preparing common salt from sea water. എന്താണ് പറഞ്ഞേക്കുന്നത്? സീ വാട്ടറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സോൾട്ടിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഏത് പ്രോസസ്സ് വഴിയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഡിസ്റ്റിലേഷൻ, ഓപ്ഷൻ ബി കണ്ടൻസേഷൻ, ദെൻ ഓപ്ഷൻ സി ഇവാബ്രേഷൻ, ദെൻ ഓപ്ഷൻ ഡി ഫിൽട്രേഷൻ. ഫിൽട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാട്ടറിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഫിൽട്ടർ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അരിച്ചെടുക്കുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ഫിൽട്രേഷൻ എന്നറിയപ്പെടുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. നമുക്കറിയാം സോൾട്ട് ഫോം ചെയ്യുന്നത്. നോക്കി, എങ്ങനെയാണ് ഒരു സോൾട്ട് ഫോം ചെയ്യുക എന്നാണ് ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. എന്താണ് സോൾട്ട് ഫോം ചെയ്യുന്നത്? എപ്പോഴും എങ്ങനെയായിരിക്കും? ഒരു ആസിഡും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബേസും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ, ഒരു ആസിഡും ഒരു ബേസും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്? സോൾട്ട് എന്നറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സോൾട്ട് എന്ത് ചെയ്യത്തില്ല? ആസിഡിന്റെ സ്വഭാവം കാണിക്കത്തില്ല, അതുപോലെ തന്നെ എന്താണ്? ബേസിന്റെ സ്വഭാവം കാണിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രോസസ്സിന് ഒരു പേര് പറയുന്നുണ്ട്. ആ പ്രോസസ്സിന്റെ പേരാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. എന്താണ്? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയും. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആസിഡും ഒരു ബേസും കൂടെ എന്ത് ചെയ്യുന്ന കമ്പൈൻ ചെയ്യുന്ന സമയത്ത് എന്ത് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു? സോൾട്ട് ഫോം ചെയ്യുന്നുണ്ട്. ഈ സോൾട്ട് ഫോം ചെയ്യുന്നത് എന്താണ്? ന്യൂട്രലായിട്ടാണ് കാണപ്പെടുന്നത്. ഈ റിയാക്ഷനെ പറയുന്ന പേരാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ ആയിരുന്നു. ദ സ്റ്റെപ്പ് യൂസ്ഡ് ഇൻ പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് കോമൺ സോൾട്ട് ഫ്രം സീ വാട്ടർ. സീ വാട്ടറിൽ നിന്ന് സോൾട്ടിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ചെയ്യുക, മാറ്റുന്നത് ഏത് പ്രോസസ്സ് വഴിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ വരുന്നത്? ഏതായിരിക്കും? ഓപ്ഷൻ സി എന്താണ്? ഇവാബ്രേഷൻ അല്ലെ? ഇവാബ്രേഷൻ മെത്തേഡ് വഴിയാണ് എന്ത് ചെയ്യുക? സീ വാട്ടറിൽ നിന്ന് നമ്മൾ സോൾട്ടിനെ എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് എലമെന്റ് ഈസ് പ്രസന്റ് ഇൻ ഹീമോഗ്ലോബിൻ? ഓക്കെ, എന്താണ് ഹീമോഗ്ലോബിനകത്ത് അടങ്ങിയിരിക്കുന്ന എലമെന്റ്? താഴെ തന്നിരിക്കുന്നത് ഏതാണ്? ഹീമോഗ്ലോബിൻ എന്തുമായിട്ട് റിലേറ്റഡ് ആണ് ഈ ടേം? ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് അല്ലേ? ബ്ലഡിന് എന്ത് ചെയ്യുക? റെഡ് കളർ പിഗ്മെന്റ് നൽകുന്ന പിഗ്മെന്റ് ആണ്. മീൻസ് റെഡ് കളറിലെ പിഗ്മെന്റ് നൽകുന്ന, അല്ലെ കളർ പിഗ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഹീമോഗ്ലോബിൻ ആണ്. ബ്ലഡിന് എന്ത് ചെയ്യുന്നുണ്ട്? റെഡ് കളർ നൽകുന്നുണ്ട്. ഈ ഹീമോഗ്ലോബിനകത്ത് ഏത് എലമെന്റ് ആണ് കാണപ്പെടുക എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കി, ഓപ്ഷൻ നോക്കി. ഓപ്ഷൻ എ കാൽസ്യം, ഓപ്ഷൻ ബി അയൺ, ഓപ്ഷൻ സി സോഡിയം, ദെൻ ഓപ്ഷൻ ഡി പൊട്ടാസ്യം. എന്തായിരിക്കും? നമുക്കറിയാം ഹീമോഗ്ലോബിന്റെ അളവ് നമുക്ക് കുറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഡിസീസ് ആണ് എന്തെന്ന് പറയുക? അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്ന് പറയുക അല്ലേ? വിളർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബ്ലഡിന്റെ കൗണ്ട് നല്ല രീതിയിൽ കുറയുന്നുണ്ട്. നോക്കി, അങ്ങനെയാണെങ്കിൽ ഹീമോഗ്ലോബിനകത്ത് കൂടുതലായിട്ട് കാണപ്പെടുന്ന എന്തായിരിക്കും നമുക്കറിയാം? നമ്മൾ കഴിക്കുന്ന മെഡിസിനുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാനായിട്ട് പറ്റും. നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നു, നമുക്ക് അനീമിയാണ്, നമുക്ക് വിളർച്ചയാണെന്നുണ്ടെങ്കിൽ അവർ എന്ത് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള മെഡിസിൻ ആയിരിക്കും നമുക്ക് തരിക? എന്തായിരിക്കും? അയൺ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള മെഡിസിൻ ആയിരിക്കും തരിക അല്ലേ? നമ്മൾ അതുപോലെ തന്നെ അയൺ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കണം, അല്ലെങ്കിൽ ഫ്രൂട്ട്സ്, അങ്ങനെയുള്ള സബ്സ്റ്റൻസ് കഴിക്കണമെന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അവർ ബൈസൈഡായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ മെഡിസിൻസിനകത്ത് അടങ്ങിയിരിക്കുന്ന എന്തായിരിക്കും? അയൺ കണ്ടന്റ് ആണ് അല്ലേ? ഒരു ബ്ലാക്ക് കളറുള്ള സിറപ്പ് അനുസരിച്ച് നമുക്ക് തരുന്നുണ്ട്. എന്നതൊക്കെ ഈ അയൺ കണ്ടന്റ് ആയിട്ടുള്ള ഫുഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഫുഡും കഴിക്കണം, അതുപോലെ തന്നെ മെഡിസിൻസും കഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? വിളർച്ച അല്ലെങ്കിൽ അനീമിയ എന്നുള്ള ഡിസീസിൽ നിന്ന് മാറാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹീമോഗ്ലോബിനകത്ത് അടങ്ങിയിരിക്കുന്ന എലമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്? ഓപ്ഷൻ ബി അയൺ ആണ് കറക്റ്റ് ആൻസർ.
ക്ലിയർ ആണോ? ഇനി നോക്കിയേ സോഡിയം, നോക്കിയേ സോഡിയം എന്താണ്? ഒരു മെറ്റലിന് എക്സാമ്പിൾ ആണ്. എന്തായിരിക്കും ഈ സോഡിയത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് സോഫ്റ്റ് മെറ്റൽസിനകത്ത് വരുന്ന ഒന്നാമത്തെ മെറ്റലാണ് എന്തെന്നറിയപ്പെടുന്നത്? സോഡിയം എന്നറിയപ്പെടുന്നത്. 2 മെറ്റൽസ് ആണ് പഠിക്കേണ്ടത്. ഫസ്റ്റ് വൺ എന്താണ്? സോഡിയവും, രണ്ടാമത്തെ എന്താണ്? പൊട്ടാസ്യം. ഇത് രണ്ടുമാണ് സോഫ്റ്റ് മെറ്റൽസ് ആയിട്ട് അറിയപ്പെടുന്നത്. അന്നേരം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു, സോഫ്റ്റ് മെറ്റൽസിന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് എഴുതേണ്ടത്? സോഡിയം എഴുതണം, അതുപോലെ തന്നെ എന്ത് എഴുതണം? പൊട്ടാസ്യം എഴുതണം. കാൽസ്യം നോക്കിയേ എന്തുമായിട്ട് റിലേറ്റഡ് ആണ് കാൽസ്യം? നമ്മുടെ സ്ട്രെങ്ത് അല്ലെ, ബോണിന്റെ സ്ട്രെങ്ത്, അതുപോലെ ടീത്തിന്റെ ഒക്കെ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ടത് എന്താണ്? കാൽസ്യം കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡാണ് കഴിക്കണം എന്ന് പറയും അല്ലെ. എല്ലിന്റെയും പല്ലിന്റെയും ഒക്കെ ശക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ കാൽസ്യം കണ്ടന്റ് ആയിട്ട് കഴിക്കാൻ പറയും. അതുപോലെ തന്നെ നമ്മൾ തരുന്ന ടാബ്ലറ്റിനകത്തും ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയായിരിക്കും? കാൽസ്യം കണ്ടന്റ് ആയിരിക്കും അടങ്ങിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 16ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫോർ റെസ്റ്റ്. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? തുരുമ്പാണ്. ഇത് കെമിക്കൽ റിയാക്ഷൻ ആണ് റെസ്റ്റ് എന്നറിയപ്പെടുന്നത്. ഈ താഴെ തന്നിരിക്കുന്നത് എന്തായിരിക്കും? എന്താണ്? റെസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, ഇറ്റ് ഒക്കേഴ്സ് ഇൻ നോൺ മെറ്റൽ. നമുക്കറിയാം മെറ്റൽസിനകത്താണ് എപ്പോഴും എന്ത് ചെയ്യുക? റെസ്റ്റ് ഫോം ചെയ്യുന്നത്. നമുക്ക് കട്ട് ചെയ്ത് കളയാനായിട്ട് പറ്റും. അടുത്ത നോക്കി, ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അക്വസ് ഡീകമ്പോസിഷൻ. ഇത് അക്വസ് ഡീകമ്പോസിഷൻ എക്സാമ്പിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. നോക്കി, അതും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനായി പറ്റും. അതുപോലെ തന്നെ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോ, അതും കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. നോക്കി, അതിന്റെ ആൻസർ ഏതാണ് എഴുതുന്നത്? ഫെറിക് ഓക്സൈഡ് ആണ് എന്തെന്ന് അറിയപ്പെടുന്നത്. റെസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ടേം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്? ഇറ്റ് ഈസ് എ ഫെറിക് ഓക്സൈഡ് എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കുന്നല്ലോ. ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, കൊളോയിഡ്. അല്ലേ, കൊളോയിഡ് എന്ന് പറഞ്ഞാൽ എന്തിന് എക്സാമ്പിൾ ആണ്? ഓപ്ഷൻ എ ഹെട്രോജീനിയസ് മിക്സ്ചർ, ഓപ്ഷൻ ബി ഹോമോജീനിയസ് മിക്സ്ചർ, ഓപ്ഷൻ സി കോമ്പൗണ്ട്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിനകത്ത് നോക്കിയേ, കൊളോയിഡ്സ് എപ്പോഴും വരുന്നത് എന്തായിരിക്കും? നമുക്ക് മിക്സേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഹെട്രോജീനിയസ് എന്നും അതുപോലെ തന്നെ എന്താണ്? ഹോമോജീനിയസ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ഹെട്രോജീനിയസിനെ ഹോമോജീനിയസിനെ എന്ത് ചെയ്യുന്നുണ്ട്? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ ടൈപ്പ് കാണപ്പെടുന്ന എപ്പോഴും എന്തായിരിക്കും? ഹോമോജീനിയസിനകത്തായിരിക്കും. വ്യത്യസ്ത ടൈപ്പ് മിക്സേഴ്സ് കാണപ്പെടുന്ന എപ്പോഴും എന്തായിരിക്കും? ഹെട്രോജീനിയസിനകത്തായിരിക്കും. അങ്ങനെയാണെങ്കിൽ കൊളോയിഡ്സ് എന്തിന് എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിന് എക്സാമ്പിൾ ആണ് കൊളോയിഡ്സ്? എന്തിന് എക്സാമ്പിൾ ആയിരിക്കും? ആൻസർ ഒന്ന് പറഞ്ഞു നോക്കിയേ. നിങ്ങൾ എന്തിന് എക്സാമ്പിൾ ആയിരിക്കും? ഹെട്രോജീനിയസിനാണോ ഹോമോജീനിയസിനാണോ ചോദിച്ചാൽ എന്താണ് ആൻസർ എഴുതേണ്ടത്? ഓപ്ഷൻ എ ഹെട്രോജീനിയസ് മിക്സറിന് എക്സാമ്പിൾ ആണ് എന്തെന്ന് അറിയപ്പെടുക? കൊളോയിഡ്സ് എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ദ മോസ്റ്റ് ആക്റ്റീവ് മെറ്റൽ എമംഗ് ദ ഫോളോയിങ് ഈസ്. അല്ലെ, ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് കാണപ്പെടുന്ന മെറ്റൽസ് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതാണ്? ഓപ്ഷൻ എ സിങ്ക്, ഓപ്ഷൻ ബി കോപ്പർ, ഓപ്ഷൻ സി ലിഥിയം, ദെൻ ഓപ്ഷൻ ഡി സിൽവർ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള, പെട്ടെന്ന് ആക്റ്റീവ് ആയിട്ടുള്ളതാണ്, ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റിനകത്ത് വരുന്നതാണ് ഏതാണ്? ലിഥിയം. അല്ലേ, ലിഥിയം എന്ത് ചെയ്യുന്നുണ്ട്? ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റിനകത്ത് വരുന്നതാണ് ലിഥിയം എന്ന് അറിയപ്പെടുന്നത്. അന്നേരം ലിഥിയം എന്ത് ചെയ്യുന്നുണ്ട്? ഹൈലി റിയാക്റ്റീവ് ആണ്. അന്നേരം ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. സിങ്കിന് എന്താണ്? ബ്രിട്ടിൽ നേച്ചർ കൂടുതലാണ്, പൊട്ടിപ്പോകാനുള്ള കഴിവ് ഏറ്റവും കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളത് ഏതിനാണ്? സിങ്കിനാണ്. കോപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗസ് ഹോൾഡ് വയറിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെ, വീടുകളുടെയൊക്കെ വയറിങ്ങിന് വേണ്ടിയിട്ട് മനുഷ്യൻ ആദ്യമായിട്ട് നിർമ്മിച്ച മെറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാനായിട്ട് പറ്റും? കോപ്പർ എഴുതാനായിട്ട് പറ്റും. സിൽവറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സിൽവറിന്റെ പ്രത്യേകത? അതായത് ഇലക്ട്രിസിറ്റിയെ, അല്ലേ, ഇലക്ട്രിസിറ്റിയെ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാനുള്ള കഴിവ് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണുള്ളത്? സിൽവറിനാണ് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാനുള്ള കഴിവ് ഉള്ളത്. ക്ലിയർ ആണോ? ഓക്കെ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ആൻ എക്സാമ്പിൾ ഓഫ് ഡിസ്പേർഷൻ ഓഫ് കളേഴ്സ് ഓഫ് ലൈറ്റ്. നോക്കി, എന്താണ് താഴെ തന്നിരിക്കുന്നത്? ഡിസ്പേർഷൻ ഓഫ് കളേഴ്സ് ഓഫ് ലൈറ്റിന് എക്സാമ്പിൾ ആയിട്ടുള്ളത് എന്താണെന്ന് നോക്കാം. ഓപ്ഷൻ എ മിറാജ്. മിറാജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് സമ്മർ സീസണിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ഫോം കാണപ്പെടും. നമുക്ക് മീൻസ് എന്താണ്? ഒരു ഇല്യൂഷൻ കാണപ്പെടാം നമുക്ക് ഡെസേർട്ടിലും അതുപോലെ തന്നെ എന്താണ് ഹൈവേസിലൊക്കെ, ഹൈവേയിലും ഡെസേർട്ടിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഒരു വെള്ളത്തിന്റെ മയം പോലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിന്റെ പ്രോസസ്സ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? മിറാജ് ആണ് അതിന് കാരണമായിട്ടുള്ളത്. നോക്കി, ഷൈനിങ് ഓഫ് എ ഡയമണ്ട്. ഷൈനിങ് എന്താണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. എന്താണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, അല്ലെ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് എന്തെന്ന് അറിയപ്പെടുന്നത്? നമ്മുടെ ഡയമണ്ടിന്റെ തിളക്കത്തിന് കാരണമുള്ള ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് ഡയമണ്ടിന്റെ തിളക്കത്തിന് കാരണം. ഇനി നമ്മൾ ചോദിച്ചത് എന്താണ്? ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്ടണുമായിട്ട്, സർ ഐസക് ന്യൂട്ടണുമായിട്ട് റിലേറ്റ് ചെയ്ത ടേമാണ് ഡിസ്പേർഷൻ എന്നറിയപ്പെടുന്നത്. ഈ ഡിസ്പേർഷനിൽ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പേർഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്?
അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രിസത്തിനകത്തൂടെ നമ്മൾ എന്ത് ചെയ്യും, വൈറ്റ് ലൈറ്റിനെ കടത്തിവിടും. ഒരു പ്രിസത്തിനകത്തൂടെ നമ്മൾ വൈറ്റ് ലൈറ്റിനെ കടത്തിവിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, 7 കളേഴ്സായിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 7 കളേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പ്രോസസ്സിനാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്, ഡിസ്പേർഷൻ. അതായത് വൈറ്റ് ലൈറ്റ് 7 കോമ്പോസിറ്റ് കളറുമായിട്ട് കമ്പൈൻ ചെയ്ത് കാണപ്പെടുക എന്ന് പറഞ്ഞതാണ് എന്തെന്നറിയപ്പെടുന്നത്, ഡിസ്പേർഷൻ എന്നുള്ള മെത്തേഡ് അറിയപ്പെടുന്നത് അല്ലേ. ഈ ഡിസ്പേർഷനിൽ കാരണമായിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, പ്രിസം അല്ലെ, സ്പെക്ട്രം ഒബ്റ്റൈൻഡ് ഫ്രം പ്രിസം ആണ് കറക്റ്റ് ആൻസർ. അന്നേരം ഏതാണ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് നമ്മൾ എഴുതുന്നത്. ഇനി നമുക്ക് ഈ ലൈഫ് സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എന്താണ് നോക്കി, ഇൻ ദ ഫോളോയിങ് വെക്ടർ ക്വാണ്ടിറ്റി, താഴെ തന്നിരിക്കുന്നത് വെക്ടർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഓപ്ഷൻസ് നോക്കാം, വെലോസിറ്റി, മാസ്, ടൈം, ലെങ്ത്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. മാസിന്റെ എന്താണ്, kg ആണ് SI യൂണിറ്റ് എന്നറിയപ്പെടുന്നത്. മാസിന്റെ SI യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ kg ആണ്. ടൈമിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, സെക്കൻഡ് ആണ് ടൈമിന്റെ SI യൂണിറ്റ് എന്നറിയപ്പെടുന്നത്. ലെങ്ത് ആണെങ്കിൽ എന്താണ്, കിലോമീറ്റർ, അല്ലെങ്കിൽ എന്താണ്, മീറ്റർ ആണ് എന്തെന്നറിയപ്പെടുക, ലെങ്ത്തിന്റെ SI യൂണിറ്റ് എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്. താഴെ തന്നിരിക്കുന്നത് വെക്ടർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനാണ്. മാസ്, ടൈം, ലെങ്ത് ഇതൊക്കെ എന്താണ്, ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എന്താണ്, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിക്ക് അത് വരുന്നതാണ്. അന്നേരം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് നമുക്കുള്ളത്. 2 എത്ര ക്വാണ്ടിറ്റീസ് ഉണ്ട്, സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസും ഉണ്ട്. 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും അതുപോലെ തന്നെ 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് ആണ് നമുക്കുള്ളത്. ബാക്കി എല്ലാം എന്തായിരിക്കും, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ് ഉള്ളത് അല്ലേ. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ നിന്ന് എന്ത് ചെയ്തു, കണക്ട് ചെയ്താണ് എന്ത് ചെയ്യുക, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നോക്കി, താഴെ തന്നിരിക്കുന്നത് വെക്ടർ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്, ഓപ്ഷൻ എ വെലോസിറ്റി ആണ് വെക്ടർ ക്വാണ്ടിറ്റിക്ക്. മാസ്, ടൈം, ലെങ്ത് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് എക്സാമ്പിൾ ആണ്, നമ്മൾ എന്താണ്, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിൾ ആണ് എന്തെന്ന് അറിയപ്പെടുന്നത്, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിൾ ആണ് മാസ്, ടൈം, ലെങ്ത് എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? 20 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നോ? 20 ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, ഡൗട്ടൊന്നും ഇല്ലല്ലോ. 20 ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്നാലും നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് കൺഫ്യൂഷൻ ആവും നമുക്ക്. അതുകൊണ്ട് എല്ലാവരും ക്വസ്റ്റ്യൻസ് എല്ലാം വർക്കൗട്ട് ചെയ്യുക. പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഫസ്റ്റ് തൊട്ടേ ചെയ്ത് നോക്കണം. അഡ്മിഷൻസ് എടുക്കാത്തവർ പ്രോപ്പറായിട്ട് അഡ്മിഷൻ എടുക്കണം. അഡ്മിഷൻ എടുത്തിട്ട് നിങ്ങൾ ഏത് കോഴ്സിലേക്കാണോ എന്ത് ചെയ്യുക, നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തത് അതനുസരിച്ച് നമ്മൾ പർച്ചേസ് ചെയ്ത് അതിനകത്തുള്ള മോക്ക് ടെസ്റ്റും കാര്യങ്ങളും ചെയ്യണം, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഫോക്കസിലോട്ട് എത്താനായിട്ട് പറ്റും. ഓക്കെയാണ്? ആണെങ്കിൽ നമുക്ക് ലൈവ് സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അടുത്ത ലൈവ് സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.